ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ട 200-ൽ പരം സൂപ്പർസോണിക് മിസൈലുകൾ ഇസ്രായേലിൽ എത്രത്തോളം നാശം വിതച്ചു എന്ന് ഇതുവരെയും IDF പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഇന്ന് UK-യിൽ നിന്ന് ജോസഫിൻ ഫ്രാങ്ക്സ് ഡിജിറ്റൽ അന്വേഷണ റിപ്പോർട്ടർ ഇസ്രായേലിൽ 90% മിസൈലുകളും ഇറാൻ്റെ ലക്ഷ്യം കൈവരിച്ചുവെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളിൽ നിരവധി ഇസ്രായേലി സൈനിക സുരക്ഷാ സൗകര്യങ്ങൾ ഗുരുതരമായി തകർന്നതായി വാഷിംഗ്ടൺ പോസ്റ്റ് സ്ഥിരീകരിക്കുന്നു. കുറഞ്ഞത് 2 ഡസൻ മിസൈലുകളെങ്കിലും 3 ഇൻസ്റ്റാളേഷനുകളിൽ നാശങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് ഫുട്ടേജുകളും ചിത്രങ്ങളും കാണിക്കുന്നുവെന്ന് വെള്ളിയാഴ്ച വാഷിംഗ്ടൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. 20 മിസൈലുകൾ തെക്കൻ നെഗവ് മരുഭൂമിയിലെ നെവാറ്റിൻ വ്യോമതാവളത്തിലും 3 എണ്ണം ഇസ്രായേൽ അധിനിവേശ പ്രദേശങ്ങളുടെ മധ്യഭാഗത്തുള്ള ടെൽനോസ് ബേസിലും പതിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ടെല്ലവീവിലെ മൊസാദ് ചാര ഏജൻസിയുടെ ആസ്ഥാനത്തിന് സമീപം 2 മിസൈലുകളെങ്കിലും പതിച്ചതായി ജോസഫിൻ ഫ്രാങ്ക്സ് ഡിജിറ്റൽ അന്വേഷണ ഏജൻസി റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തു. 2 മിസൈലുകൾ ടെല്ലവീവിനെ മറികടന്ന് കടലിൽ പതിക്കുന്നതും വീഡിയോയിൽ കാണാമെന്ന് ഏജൻസി പറയുന്നു. മധ്യ ഇസ്രായേലിലെ ഹോഡ് ഹഷാരോണിൽ 100ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ ഉദ്ധരിക്കുന്ന പ്രാദേശിക ഉദ്യോഗസ്ഥർ പറയുന്നു. ഡസൻ കണക്കിന് ആളുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും മിസൈൽ ശകലങ്ങൾ തകർന്നതായും പത്രം റിപ്പോർട്ട് ചെയ്തു. ടെൽനോഫ് എയർബേസിന് സമീപമുള്ള മധ്യ ഇസ്രായേലി പട്ടണമായ ഖഡേരയിലെ ഒരു സ്കൂൾ കുറഞ്ഞത് ഒരു മിസൈലിൽ നിന്നെങ്കിലും നേരിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്. താഴത്തെ നിലയിലെ ക്ലാസ് മുറികളുടെ ഭിത്തികൾ തുറന്ന് ഒരു വലിയ ഗർത്തം സൃഷ്ടിച്ചു. മിസൈൽ വരുന്ന സമയത്ത് കുട്ടികളാരും സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. വീണ് കിടക്കുന്ന മിസൈലുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ നേരിൽ കാണുമ്പോൾ ഇറാൻ്റെ മിസൈലുകൾ സ്ഥിരത പുലർത്തുന്നതായി വിശകലന വിദഗ്ധർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ മിസൈലുകൾ ഇസ്രായേൽ സൈനിക താവളങ്ങൾക്ക് വരുത്തിയ നാശത്തിൻ്റെ പൂർണ്ണ വ്യാപ്തിയെക്കുറിച്ച് അതിൻ്റെ കണ്ടെത്തലുകൾ ചോദ്യങ്ങൾ ഉയർത്തിയതായി പത്രം പറഞ്ഞു. എന്നിരുന്നാലും ഭരണകൂടവും യുണൈറ്റഡ് സ്റ്റേറ്റ്സും പ്രോജക്റ്റൈലുകൾ നിലത്ത് കുറഞ്ഞ നാശനഷ്ടം ഉണ്ടാക്കിയതായി അവകാശപ്പെട്ടു. ഇസ്രായേൽ സൈന്യവും തങ്ങളുടെ താവളങ്ങൾ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാണെന്ന് അവകാശപ്പെട്ടു. ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയെ, ഹിസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ നസ്രല്ല, IRGC കമാൻഡർ അബ്ബാസ് എന്നിവരുടെ രക്തസാക്ഷിത്വത്തിന് മറുപടിയായി ചൊവ്വാഴ്ച ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ട്രൂവിൻ്റെ ഭാഗമായി ഇസ്ലാമിക് റിപ്പബ്ലിക് അധിനിവേശ പ്രദേശങ്ങളിലെ ഇസ്രായേൽ താവളങ്ങൾക്ക് നേരെ 100 കണക്കിന് മിസൈലുകൾ വിക്ഷേപിച്ചതിനു പിന്നാലെയാണ് റിപ്പോർട്ട് വന്നത്. ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സ് അനുസരിച്ച് 90% മിസൈലുകളും ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിൽ പതിച്ചു. ഭരണകൂടത്തിൻ്റെ ഏറെ കൊട്ടിഘോഷിച്ച മിസൈൽ സംവിധാനങ്ങളെ ഒഴിവാക്കി. ഇറാൻ സായുധ സേനയുടെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് മേജർ ജനറൽ മുഹമ്മദ് ബഖേരി ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ സയ്യിദ് ഹസൻ നസ്രല്ലയെ വധിക്കാൻ ഉപയോഗിച്ച ഭരണകൂടത്തിൻ്റെ നടപടി പ്രകാരമാണ് മിസൈൽ വിക്ഷേപിച്ചത്. ഇസ്രായേലിൻ്റെ ഹദ്സറി ബേസിനെയും ലക്ഷ്യമിട്ടതായി ഇത് നടപ്പിലാക്കിയതിനു ശേഷം ഓപ്പറേഷനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടു. ഭരണകൂടത്തിൻ്റെ തന്ത്രപ്രധാനമായ റഡാറുകൾ, ടാങ്കുകളും പേഴ്സണൽ കാരിയറുകളുമുള്ള കേന്ദ്രങ്ങൾ, ഗാസ മുനമ്പിൽ ഫലസ്തീനികൾക്കെതിരായ കൂട്ടക്കൊലകളിൽ പങ്കെടുക്കുന്ന അവരുടെ സേനയെ ഉൾക്കൊള്ളുന്ന കേന്ദ്രം എന്നിവയും ഓപ്പറേഷൻ ലക്ഷ്യമാക്കിയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ സായുധ സേന ഭരണകൂടത്തിൻ്റെ അതിക്രമങ്ങളുടെ ആവർത്തനത്തിനെതിരെ പ്രതികരിക്കാൻ പൂർണ്ണമായും തയ്യാറാണെന്ന് സൈനിക മേധാവി ഉറപ്പിച്ചു പറഞ്ഞു. ട്രൂ പ്രോമിസ് ടു കാലത്ത് പ്രദർശിപ്പിച്ചതിനേക്കാൾ പല മടങ്ങ് സേനയുടെ കഴിവുകൾ വിവരിച്ചു. വിഭ്രാന്തിയിലായ സയനിസ്റ്റ് ഭരണകൂടത്തെ അമേരിക്കയും യൂറോപ്പും നിയന്ത്രിച്ചില്ലെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ ക്രൂരതകൾ തുടരാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശിക അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനുമെതിരായി നടപടിയെടുക്കാനോ ശ്രമിച്ചാൽ ഇന്നത്തെ രാത്രിയിലെ പ്രവർത്തനം ഒന്നിലധികം വ്യാപ്തിയോടെ ആവർത്തിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കപ്പെടുകയും ചെയ്യും.